ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ഇപ്പം ലോകത്ത് നമ്മൾ ക്രിസ്ത്യൻ കർത്താവിനെ ഇതിനൊക്കെ വിശ്വസിക്കുന്നു, മാതാവിനെയൊക്കെ വിശ്വസിക്കുന്നു. അതിലെത്ര പേര് പണക്കാരുണ്ട്, എത്ര പേര് പാവപ്പെട്ടവരുണ്ട്, എത്ര പേര് രോഗികളുണ്ട്, എത്ര പേര് ആരോഗ്യമുള്ളവരുണ്ട്. അപ്പോൾ ക്രിസ്തുവിനെ വിശ്വസിച്ച എല്ലാവർക്കും എന്നും സന്തോഷമായിരിക്കും? അല്ല. അള്ളാഹുവിൽ വിശ്വസിച്ച എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണോ? അല്ല. കൃഷ്ണനിലും ശിവനിലും വിശ്വസിച്ച എല്ലാവരും ഹാപ്പിയാണോ? അല്ല. എല്ലാം ആപേക്ഷികങ്ങളാണ് അല്ലേ? എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ക്രിസ്ത്യാനിയായ എൻ്റെ ഭാര്യയെ ഞാൻ മതം മാറ്റിയിട്ടില്ല. അവളെൻ്റെ അടുത്ത് പറഞ്ഞാണ്. കാരണം ഞങ്ങളുടെ ഒരു നായർ, ഞാനത് പറയുന്നത് മറ്റൊന്നും കൊണ്ടുമല്ല, ഇനിയിപ്പോൾ അത് പറയുമ്പോൾ വല്ല ഉന്നത കുലജാതൻ എന്നൊക്കെ പറയും. നായർ വീടുകളിൽ അറിയാലോ, കുറച്ച് കൂടുതലാണ് ഇതൊക്കെ. അപ്പോൾ അവിടെയൊക്കെ ഇനി വലിയ മുതിർന്നവർക്കൊക്കെ പ്രശ്നമാവുമെന്ന് പേടിച്ചിട്ട് ഇവളെൻ്റെ അടുത്ത്, നല്ല കല്യാണം കഴിക്കുന്ന ഞങ്ങളെല്ലാം അറിഞ്ഞാൽ തീരുമാനിച്ചതിന് ശേഷം മതം മാറണോ, കാരണം അവൾക്ക് പ്രശ്നമൊന്നുമില്ല. അവളിപ്പോൾ പള്ളിയിൽ അമ്പലത്തിലൊക്കെ നേരത്തെ പോരുന്നത്. ഞാൻ പറഞ്ഞു, എന്ത് പറഞ്ഞ് മാറാനാ, നീ മതം മാറണമെന്ന്? ഞാൻ പറഞ്ഞു, മതം പറഞ്ഞത് യേശുവിനെ മറക്കാൻ. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ കുരിശിരിപ്പുണ്ടല്ലോ, ഞാൻ യേശുവിൻ്റെ ആരാധകനല്ലേ, പിന്നെ ഞാനെങ്ങനെ നിന്നോട് മറക്കാൻ പറയണേ? ഇത് വേറെ പണിയൊന്നുമില്ല എന്ന് ചോദിച്ചു. അല്ല മനുവിന് ചിലപ്പോൾ ചിലപ്പോൾ വല്ല അമ്പലത്തിലൊക്കെ പോകുമ്പോൾ അവിടെ ഹിന്ദുക്കൾക്ക് അങ്ങനെയൊക്കെ വരുമ്പോൾ മനുവിന് ചിലപ്പോൾ വിഷമം വരില്ല. ഞാൻ പറഞ്ഞു, അങ്ങനെ നിനക്ക് കയറാൻ പറ്റാത്ത അമ്പലത്തിൽ ഞാനും കയറില്ല, പോയാലോ പണി നോക്കാൻ പറയാം. അതിൻ്റെ അത് കയറിയിട്ട് ഒരു തേങ്ങയിലെന്ന് പറയും ഞാൻ. മനുഷ്യർക്ക് കയറുന്ന അമ്പലങ്ങളിൽ കൊണ്ട് അഹിന്ദുക്കൾ മറ്റത് മറിച്ചത് ഒക്കെ എഴുതി വെക്കണതൊക്കെ വേറും വൃത്തികേടല്ലേ, പൊട്ടത്തരല്ലേ, ഇതൊക്കെ എന്നെ എടുത്ത് കളയേണ്ടതാണ്. മാറ്റുവിൻ ചട്ടങ്ങളെ. ഞാനിതിനൊക്കെ ഭയങ്കര എതിരാണെന്ന്. ഇതിനൊക്കെ ഇതൊക്കെ ചില ഭയങ്കര അന്ധവിശ്വാസികൾക്ക് എന്നെ കൊല്ലാനുള്ള ദേഷ്യം വരും ഇത് പറയുമ്പോൾ. ഓൾറെഡി കാണുന്നവർ ചിലവർക്ക് കുരു പൊട്ടി കാണും. പൊട്ടണമല്ലോ, പൊട്ടട്ടേന്ന് ബോധം വരട്ടെന്ന് പറയുമ്പേ. അതെ, ഭൂമി ഉരുണ്ടാണെന്ന് പറഞ്ഞിട്ട് മറ്റേ കല്ലെറിഞ്ഞതല്ലേ ആരെ? ഗലീലിയോ അല്ലേ? ഭൂമി ഉരുണ്ടാന്ന് പറഞ്ഞപ്പോൾ പുള്ളി മറ്റേ ചെകുത്താൻ്റെ ആളാണെന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് ആ ഭൂമി ഉരുണ്ടല്ലേ? ഇത് കാലം മാറുമ്പോൾ ഇതൊക്കെ മാറും, കോലവും മാറണമല്ലോ. പണ്ട് മറയ്ക്കാണ്ട് കിടന്ന് മറയ്ക്കാനുള്ള ഇത് വന്നില്ലേ? ഭർത്താവ് കാണുമ്പോൾ ഭാര്യ സതി തീ ചാടിച്ചാവണം, ഇങ്ങനെ എന്തൊക്കെ പ്രാന്തുകളായിരുന്നു ഉണ്ടായിരുന്നത് നമ്മുടെ ഭാരതത്തിൽ. അതൊക്കെ മാറിയില്ലേ? ഇന്ന് ഭാര്യയോട് ചാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ അടി മോന്തയ്ക്ക് അടിക്കും. സതി. ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല, അങ്ങനെ ഉള്ള ഞാൻ അതാ പറഞ്ഞ ബീനോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഇതിൽ നീ എന്ന് പറഞ്ഞ വ്യക്തിയല്ലേ ഞാൻ സ്നേഹിക്കുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. എൻ്റെ വീട്ടിൽ ദൈവം സഹായിച്ച ആരും ഒന്നും പറഞ്ഞില്ല. എപ്പോഴെങ്കിലും കല്യാണം ഒരു മണ്ടത്തരമായി തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും തോന്നിയില്ല. എന്തിനങ്ങനെ തോന്നേണ്ട ആവശ്യം? സാധാരണ ആളുകൾ പറയൂല എനിക്ക് കല്യാണം വേണ്ട. ഇത് 20 വർഷമായില്ലേ, ഞങ്ങൾ 21 വർഷമായില്ലേ, 22 വർഷമായി. 22 എന്നൊക്കെ പറഞ്ഞ് വല്ലതൊക്കെ പറ. ദൈവമേ, ഞാൻ ഒന്ന് വെച്ചത് 22 വർഷം, ചെറിയ വർഷം. ആരെ ഇങ്ങനെ പോയിട്ടത്? അല്ല, ഞാൻ പറയുന്നത് 22 വർഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കരയാതെ നമുക്ക് ഈ ചിറക്കരെ കൊണ്ട് തോറ്റ് ഇടയ്ക്ക് കുറച്ച് വെള്ളം വരാതെ കൊണ്ടാണ്. അപ്പം ഞാൻ 22 വർഷമായില്ലേ, 22 വർഷം നല്ല വഴക്കും വക്കാണും ഒക്കെ ഉണ്ടാവാറുണ്ട്. മിണ്ടാതിരിക്കും, പിണങ്ങും, സ്നേഹിക്കും. ഞങ്ങളുടെ ജീവിതം അതാണ്. സന്തോഷകരമായ ജീവിതം. ഞങ്ങൾ ഭയങ്കര സന്തോഷം. എൻ്റെ ഭാര്യയ്ക്ക് പിന്നെ കുറച്ച് ടെൻഷൻ്റെ ആളാണ്. അവൾക്ക് ഇപ്പം ചെറിയ കാര്യം മതി, അവൾക്ക് പെട്ടെന്ന്. അതിന് താങ്ങായിട്ട് ഞാൻ അവൾക്ക് പേരിട്ടേക്കണ വ്യാകുല മാതാവെന്ന്. ഭാര്യ എൻ്റെ അമ്മയതെ, വ്യാകുല മാതാക്കളല്ല, അവളുടെ അമ്മയതെ. അതിൻ്റെ ഇടയിലാണ് ഞാനിങ്ങനെ ഒരു ഇതുമില്ലാണ്ട് നടക്കണം ഒരുത്തൻ. എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ അമ്മയൊക്കെ പറയേ, ഇവന് ഒന്നിനെക്കുറിച്ചൊരു ചിന്തയില്ല ജീവിതത്തിൽ നിന്ന്. ഞാൻ പറഞ്ഞു, പിന്നെ ഞാനിങ്ങനെ ഓരോന്നാലോചിച്ച് ചിന്തിച്ച് തലമുണ്ടാക്കി നിങ്ങളുടെ കാര്യം ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കാൻ. ഇനി പ്രഷർ, ഷുഗർ, എനിക്ക് ദൈവം സഹായിച്ച് ഇതുവരെ ഗുളിക കഴിക്കേണ്ടി വന്നിട്ടില്ല. എന്തുകൊണ്ടാ? പിന്നെ ഈ ചെറുക്കനെ കൊണ്ട് ഇതൊക്കെ ഒരു ഭാഗ്യമല്ലേ മനോജ് ചേട്ടാ? അങ്ങനെ പോവെന്ന് പറയല്ലേ, എന്താണ്ട് വരാണ്ടൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാ. ഇനിയൊന്നും പറയണല്ലേ, ഹോയ്. ശരിക്കും കേട്ടോ, അത് ഞാൻ പറഞ്ഞില്ല അജിനെ, ഈ നമ്മൾ രോഗികളാക്കുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ്. അതെ, രോഗത്തെ മാറ്റുന്നത് മനസ്സാ. നിങ്ങൾ ചിന്തിക്കുക, ചില ആളുകൾ 40-ആം വയസ്സ് കാണുമ്പോൾ ഭയങ്കര വയസ്സായവരിക്കും. എന്താ കാര്യം എന്നറിയോ? പ്രാരാബ്ധം കൊണ്ട് പറ്റണതാണിത്. ഈ ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങളും ഒക്കെ കൂടി കയറി വയസ്സായി പോവാണ് നമ്മളിന്ന്. ചിലവർ 60-70 വയസ്സിലും തിളച്ച് നിൽക്കും. അതെ, എന്താ കാര്യം? ഒന്നും ജീവിതത്തിൽ ആർക്കാ ടെൻഷൻ ഇല്ലാത്തതെന്നേ.
നമുക്കെല്ലാവർക്കും ടെൻഷനുണ്ട് ഇല്ലേ? ഉണ്ട്. നമുക്കെല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവണമെങ്കിൽ ഇഷ്ടംമാതിരി ടെൻഷൻ ഉണ്ടാവും. അതെ. ഞാൻ എല്ലാത്തിനും ഒരു പോസിറ്റീവ് മൈൻഡിൽ കാണും. എല്ലാം നല്ലതിന്. ഗീതയെ പറയുന്ന പോലെ സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതിന്, സംഭവിക്കാതിരിക്കുന്നത് നല്ലതിന്. ആശങ്കകൾ വേണ്ട. നാളെ എന്താണോ നാളെ അത് സംഭവിച്ചിരിക്കും. ഇന്നേ ഇരുന്ന് ആലോചിച്ച് തലകൊണ്ടാക്കണം അതെ. ഇല്ലേ? മനുഷ്യന് ആദ്യം വേണ്ടതെന്ന് മനസ്സമാനത്തോടെയുള്ള ഉറക്കുക. ആ ഉറക്കം കൃത്യമായിട്ട് കിട്ടിയാൽ നമ്മുടെ ആരോഗ്യവും ഒക്കെ. എൻ്റെ ഭാര്യ പറയുന്നത് കിടന്നുറങ്ങും, കിടന്നുറങ്ങാനാണ്. ഞാൻ പറഞ്ഞ ഉറങ്ങോടി, മനസ്സിലൊന്നുമില്ലെങ്കിൽ കിടന്നുറങ്ങാൻ പറ്റും. മനസ്സിൽ ഒരു സാധനവും ഇല്ലെങ്കിൽ ദുഃഖമായിട്ട് 1 2 3 ഇല്ലാത്തവൻ കിടന്ന് തലകുത്തി ശയനപ്രദക്ഷിണം നടത്തിക്കൊണ്ടിരിക്കും. നിങ്ങൾ രാത്രി കിടക്കുമ്പോൾ എന്തെങ്കിലും ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട്, നിങ്ങളിപ്പോൾ എന്തെങ്കിലും നാളത്തെ ഒരു കാര്യം മറ്റന്നാളത്തെ കാര്യം ആലോചിച്ചിട്ടൊന്ന് കിടന്നു നോക്കി അജിൻ, ഉറക്കം വരത്തില്ല. വരേയില്ല. കാരണം നമ്മുടെ ബ്രെയിനിൽ അത് ഫീഡായി കഴിഞ്ഞു. അതെ. ബ്രെയിനിന് പറ്റില്ല. പിന്നെ നമ്മൾ എഴുന്നേറ്റിരിക്കും, നടക്കും, കിടക്കും, പറ്റില്ല. വലിക്കണവന്മാരാണെങ്കിൽ പോയി 2 വലിക്കും. അതെ. അതേസമയം ഇതൊന്നും ആലോചിക്കേണ്ട. അതാണ് ഈ പണ്ടുള്ളവർ പറയണത്, പ്രാർത്ഥിച്ചിട്ട് കിടക്കാൻ, വേറെ ചിന്തകൾ വരാതിരിക്കാൻ. അല്ലാണ്ട് പ്രാർത്ഥിച്ചു എന്നും പറഞ്ഞ് ഹലോ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറയാനല്ല.